CM വലിയുള്ളാഹി തങ്ങൾ നിസ്കാരം കാണാത്തൊരവസ്ഥ ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആരോ ചോദിച്ചു, നിങ്ങൾ നിസ്കരിക്കുന്നില്ല? ഞങ്ങളെ മാതിരി തങ്ങൾ നിസ്കരിക്കുന്നില്ല എന്നല്ല. അപ്പോൾ പറഞ്ഞ്, എൻ്റെ ശരീരങ്ങളിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരെ, എൻ്റെ ശരീരങ്ങളിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരെ. മറ്റൊരാൾ ചോദിച്ചു, നിങ്ങൾ നിസ്കാരം കാണുന്നില്ലല്ലോ? അപ്പോൾ കൈ ഇങ്ങനെ നീട്ടിയിട്ട് കിബിലന്റെ ഭാഗത്തേക്ക് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോൾ എന്താ കാണുന്നത്? കാബന്റെ അരികിൽ ജമാഅത്തിൽ CM വലിയുള്ളാഹി നിസ്കരിക്കാം. ഈ കൗമ അറിയുന്നുണ്ടോ ഞാൻ മക്കത്ത് നിസ്കരിക്കുകയാണ്? ഇതിലൊരു വിവരക്കേടുകൾ ആരെയും ശ്രദ്ധിച്ചോ? 12:30 ലോറിസ്കാരം ഇവിടെ ആവുമ്പോൾ സൗദി അറേബ്യയിലെ സമയം എത്രയായിരിക്കും ഒന്ന് പറയും? 10 മണി. 10 മണിക്ക് സൗദി അറേബ്യയിലെ ലോറിസ്കാരം ഉണ്ടാവും. മരിക്കാൻ നേരം അബോധാവസ്ഥയിൽ ബോധം കെട്ടിങ്ങനെ കിടക്കുക. ബോധത്തിൽ നിന്ന് മെല്ലെ ഉണരുമ്പോൾ റസൂൽ ചോദിക്കണോ, ആയിഷ അവർ നിസ്കരിച്ചോ? ആയിഷ, ഇല്ല നബിയേ, നിങ്ങളെ കാത്തിക്കാണ്. വീണ്ടും നബിക്ക് ബോധക്ഷയം ഉണ്ടാവും. വീണ്ടും നബി ബോധത്തിലേക്ക് വരും. ആയിഷ അവർ നിസ്കരിച്ചോ? വീണ്ടും നബി ഓരോ ബോധം വരുമ്പോൾ ഓർമ്മ എന്താണ്? നിസ്കാരത്തെ കുറിച്ചാ. ഒരല്പം ആശ്വാസം ഉണ്ടായി. ഇപ്പൊ നബി ഒളു ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു തആല വെള്ളം കൊണ്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളു ചെയ്തു. ഇബ്നു അബീ ത്വാലിബിന്റെയും ഫദ്ൽ ബിൻ അബ്ബാസിന്റെയും ഷോൾഡറിൽ ഇങ്ങനെ നബീനെ അവരിങ്ങനെ ചുമന്നു. എന്നിട്ട് നബീന്റെ പെരുവിരൽ, നിങ്ങൾ ശരിക്കും ചിന്തിക്കണം, നബീന്റെ 2 വിരൽ മരുഭൂമിയിലൂടെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോവുക, കാലും നിലത്ത് നിൽക്കാതെ. എന്നിട്ട് മദീനത്തെ പള്ളിയിലേക്ക് നബീനെ ഇങ്ങനെ കൊണ്ടുപോവുക. വരാനിരിക്കുന്നതും കഴിഞ്ഞു പോയതുമായ സകലമാന പാപങ്ങളും പൊറുക്കപ്പെട്ട നബി പോലും എനിക്ക് നിസ്കാരം ആവശ്യമല്ല, ഞാൻ വേറെ നിസ്കരിക്കുന്നുണ്ട്, എനിക്ക് 40 തടിയുണ്ട് എന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, അവിടെ പോയി നിസ്കരിക്കുകയും അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ, അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറ ആയിഷ.